അളി അവൻ പഠിക്കാൻ തുടങ്ങി, അതുകൊണ്ട് അവന്റെ ബാഗൊക്കെ വീർത്തിരിക്കുന്നു. എടാ അത് ബുക്കും അല്ല, അവൻ പഠിക്കാനും തുടങ്ങിയിട്ടില്ല. പിന്നെന്ന് മാങ്ങാത്തൊലി അവൻ അത് കൊണ്ടുവരുന്നത്. എടാ അവന്റെ പേരെന്തോ പ്രേംരാജ്. ഇന്നെന്തോ ഡേറ്റ് February 14. ആ ബാഗ് അടച്ച് അവന് പെൺപിള്ളേർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റാ. പെൺപിള്ളാരൊന്നും വന്നില്ലെന്ന് തോന്നല്ലോ. രാത്രി മുഴുവൻ എന്റെ സുലുവിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സാധനം കയ്യിരിപ്പുണ്ട്. തരട്ടെ, കാണിക്ക്. ബാക്കിൽ നിന്നോ ഗിഫ്റ്റ് ഒക്കെ വരുന്നേ? പിന്നെ സ്കൂള് വിടുമ്പോ ഞാൻ കഞ്ഞിപ്പുര കാണും, വരണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഏതായി വേട്ടാവളിയൻ? നല്ല രാത്രി മുഴുവൻ ഉറക്കൊളച്ചിരുന്ന് എന്റെ സുഷമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധനം ഇത്. വേണോ? രാത്രി മുഴുവനോ? ആ വേണം വേണം, താ താ താ. ശരി എന്നാ. ശരി മാത്രം പോരാ, നാളെ വൈകിട്ട് സ്കൂൾ വിടുമ്പോഴേ ആ കഞ്ഞിപ്പുരയിലോട്ടെന്ന് പറഞ്ഞ ഞാൻ കാത്തിരിക്കാം. വരാം. ശരി എന്നാ. പിന്നെ ഇന്നല്ല, നാളെ കേട്ടോ. ഇതെന്ത് പല്ല് കുട്ടി പിടിച്ചിരിക്കുന്നു? നമ്മളേക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറക്കം ഉളച്ച്. അതെന്തോ പറ്റി? പനിയായിരുന്നു അതോ കറണ്ട് ഇല്ലായിരുന്നു? അയ്യോ അതല്ല, എന്റെ പൊന്നിന് വേണ്ടി ഞാൻ ഗിഫ്റ്റ് ഉണ്ടാക്കുമായിരുന്നു. രാത്രി മുഴുവൻ ഇരുന്ന് ഉണ്ടാക്കിയിട്ട് ഇത്ര ഉള്ളല്ലേ? ഗിഫ്റ്റിന്റെ സൈസിലല്ല കാര്യം, അതിനകത്തിലുള്ള സാധനത്തിനാ. ആണല്ലേ? മറ്റന്നാളിലെ വൈകിട്ട് സ്കൂൾ വിടുമ്പോഴേ ആ കഞ്ഞിപ്പുരയിലോട്ടെന്ന് പറഞ്ഞേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ. ഉച്ചയ്ക്ക് കലം മടക്കി വെക്കുമല്ലോ, പിന്നെ വൈകിട്ട് വന്നിട്ട് എന്തോ എടുക്കാനാ? ചായ ഇടാനല്ലോ. വാ, അപ്പൊ മനസ്സിലാവും. മറ്റന്നാളി വരണേ വൈകിട്ട് കേട്ടോ. എടി സുലു, സുലുവേ, സുലുവേ, സുലു. അല്ല, നിങ്ങൾ എല്ലാരും കൂടെ എന്താ ഒരുമിച്ച് ഡ്രില്ല് വല്ലോ? നിന്റെ അരിവെപ്പൊന്ന് കാണാൻ വേണ്ടി വന്നതാ. അരിവെക്കാനേ ഞാൻ ഓരോരുത്തരെ വീതമായിരുന്നു വിളിച്ചിരുന്നത്. വേണ്ട, നമുക്കിന്ന് സമൂഹ സദ്യ അങ്ങ് നടത്താം. അയ്യോ വേണ്ട, എനിക്ക് ഒറ്റയ്ക്കാ ഇഷ്ടം. പക്ഷെ ഞങ്ങൾക്ക് ഇട്ട സമൂഹ സദ്യ ഞങ്ങൾക്ക് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് അവൈലബിൾ 10 രൂപ തൊട്ട് 1000 വരെയുള്ള ഗിഫ്റ്റ് അവൈലബിൾ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സമീപിക്കാം. 101 ചോദ്യങ്ങളുള്ള പെണ്ണുങ്ങളെ വിളയ്ക്കാം എന്നുള്ള ഒരു പുസ്തകം ഒരു ഗിഫ്റ്റിന്റെ കൂടെ അവൈലബിൾ ആണ്. ഫ്രീ ആണ്, ഓഫർ ആണ്. ലിമിറ്റഡ് ഓഫർ. തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ബെസ്റ്റിയെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ഇത് വിളക്കാത്ത പെണ്ണിനെയും വിളക്കാം നമുക്ക്. അണ്ണാ 10 രൂപയുടെ ഗിഫ്റ്റ് എന്നാ. എടാ 10 രൂപയുടെ എല്ലാ ഗിഫ്റ്റും തീർന്നു പോയടാ. അണ്ണാ 100 രൂപയുടെ ഗിഫ്റ്റ് ഉണ്ടോ അണ്ണാ? എടാ 100 രൂപയുടെ തീർന്നു പോയടാ. നീ ആയോണ്ട് 1000 രൂപയുടെ ഗിഫ്റ്റാ. 999 രൂപ നിനക്ക് തരാം. അണ്ണാ ഇതിന് കടയിൽ 10-200 രൂപയുള്ളല്ലോ. ഇന്ന് ഒരൊറ്റ കട തുറന്നിട്ടില്ല. അത് മാത്രല്ല, ഏയോ വരുന്നുണ്ട്, ആ ഗേറ്റും പൂട്ടിയിട്ടേക്കാം. നിനക്ക് പെൺപിള്ളാരെ വിളക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് മേടിക്കാം കേട്ടോ. ട്യൂഷൻ ഫീസ് തന്ന പൈസ ഉണ്ട്. അതിന് നീ എന്നാ ട്യൂഷന് പോയിട്ടുള്ളത്? നീ ഒന്നും പഠിച്ചിട്ടൊരു കാര്യമില്ല. നീ ഏതായാലും പെൺപിള്ളാരെ വളച്ച് കെട്ടിട്ട് അവളെ ജോലിക്ക് വിട്ട് നീ ജീവിക്കും. അതുകൊണ്ട് ഇപ്പൊ 1000 രൂപ നിനക്ക് മുടക്കാനുണ്ടോ? എന്നാ അതിങ്ങ വന്നേക്ക്. വളയണ്ണ അത് നിന്റെ കയ്യിലിരിപ്പ് പോലും. ഒരു തേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ കൂട്ടുകാരറിയാതെ എങ്ങനെ മോങ്ങാം. എഡിഷൻ 2 ഇപ്പം തന്നെ പബ്ലിഷ് ആക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണം? കൊച്ചു കഴിഞ്ഞ പേര് കടയിലിടുന്ന ഗിഫ്റ്റ് എല്ലാം ആരുടെ എടുത്തോണ്ട് പോയത്? കഴിഞ്ഞ വർഷം നിങ്ങളുടെ കടയിരുന്ന സാധനം ഉണ്ടല്ലോ വിറ്റ് പോകാത്ത, അതല്ല ഞാൻ ഇവിടെ കൊണ്ടുവന്നേ. ഇരട്ടി വിലക്കാ വിറ്റത്. എന്നാലും കസ്റ്റമേഴ്സ് വന്ന് എടി കൊടുക്കാൻ സാധനമില്ലാതെ പോയി. എത്ര കസ്റ്റമേഴ്സാ വന്നത്? 2 പേര്. ഇവിടെ 100 പിള്ളേരുണ്ടല്ലോ, അവര് മൊത്തം എൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് മേടിച്ചു. അത് മാത്രമല്ല, ഇവിടുത്തെ സാർമാര് സഹിതം എൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് മേടിച്ചത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. പിന്നുണ്ടല്ലോ, അച്ഛൻ്റെ അവിടെ കിടന്ന ഒരു ഫോൺ ഡിക്ഷണറി ഉണ്ടല്ലോ,
പെമ്പിള്ളാറെ നമ്പരാന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കോഴിക്ക് വിറ്റത് 2000 രൂപയ്ക്ക്. അറിഞ്ഞില്ല, ആരും പറഞ്ഞതുമില്ല. ഉണ്ണി ഇത്രയും വളർന്ന് ഞാൻ അറിഞ്ഞില്ല. എടാ പിന്നെ അമ്മൂമ്മയുടെ രാമായണം അവിടെ ഇരിപ്പുണ്ട്. വിറ്റ സാധനം ഞാൻ എങ്ങനെ വിൽക്കാനാ? അതാ ഞാൻ 101 ചോദ്യമാന്ന് പറഞ്ഞ് വിറ്റത് ഒരുത്തന്. ചാമ്പോളെ ഞാൻ വണ്ടിയും കൊണ്ട് ആ ഗ്രൗണ്ടിന്റെ അവിടെ വന്നിരിക്കാം. ബാക്കി സാധനങ്ങളുമായിട്ടെ നീ അങ്ങോട്ട് പറഞ്ഞേ. അച്ഛനൊരു കാര്യം ചെയ്യും, ആ കടയ്ക്ക് 4 ടയറും കൂടെ ഫിറ്റ് ചെയ്തിട്ട് അതിന് ഉരുട്ടിക്കൊണ്ട് വാ, ഞാൻ വിറ്റ് തരാം. കൊടുക്കണോ വേണ്ടായോ? അവൾ എന്തോ വിചാരിക്കും? അവളെ മോന്തയ്ക്ക് എങ്ങനെ എടുത്തെറിയൂ? രേവതി, എന്താ ഉമേഷേ? ഒന്നുമില്ല, അവിടെ ഇരുന്നോ. അല്ലെങ്കിലേ ഒന്ന് എഴുന്നേറ്റേ. എന്തുവാ കുറെ നേരമായല്ലോ ചുറ്റിക്കളിയൊക്കെ. ഒരു കാര്യം തരാൻ വേണ്ടി വന്നതായിരുന്നു. റെക്കോർഡ് ബുക്കാ, സാറിനെ കൊണ്ടൊന്ന് സൈൻ ചെയ്യിപ്പിച്ച് തരാവോ? അതായിരുന്നു ഒരു രക്ഷപ്പെട്ട്. ഗിഫ്റ്റിന്റെ കാര്യം വല്ലതും പറഞ്ഞ അവളെ മോന്തയ്ക്ക് എറിഞ്ഞേനെ. അവിടെ വെച്ചിരുന്നാ മതി, ഞാൻ പോയി എടുത്തോളാം. വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു ഗിഫ്റ്റ് പോലും തരാൻ ആരുമില്ലല്ലോ, ഒരു പട്ടികളും ഇല്ലല്ലോ. അവക്ക് ഇഷ്ടം പോലെ പേര് ഗിഫ്റ്റ് കൊടുത്തു കാണും. ഈ ചെറിയ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവള് സ്വീകരിക്കത്തില്ല, ഉറപ്പാ. ആ കാലന്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട്, എന്താ ചെയ്യാൻ? അവൻ എനിക്ക് തരായിരുന്നു. ഇവിടെ എന്തോടെ ഒരു കുശലം പറച്ചില്? എടാ, ഈ ഗിഫ്റ്റ് രേവതിക്ക് ഒന്ന് കൊടുക്കാവോ? ഞാൻ തന്നാന്ന് പറഞ്ഞു. അതിനെന്താടാ, ഞാൻ കൊടുക്കാം. ഈ ഗിഫ്റ്റ് സുമേഷിന് കൊടുത്തിട്ടെ ഞാൻ തന്നെയാന്നൊന്ന് പറയണേ. പറയാം. തൂമഞ്ഞു പൊഴിയുന്ന യാമം